ഓക്കെ, അപ്പൊ നമ്മുടെ ജിൻഡപ്പൻ കപ്പ് എടുത്തു എന്നാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ന്യൂസ് വരുന്നോണ്ടിരിക്കുന്നത്. ജിൻഡപ്പൻ കപ്പെടുത്തു, അർജുൻ റണ്ണറപ്പാണ്, ദെൻ തേർഡ് പൊസിഷൻ ജാസ്മിൻ, പിന്നെ അഭിഷേക് ഋഷി, അങ്ങനെയാണ് പൊസിഷൻസ് വന്നേക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും പരന്ന് പോകുന്നത്. സോ ഞങ്ങള് ബിഗ് ബോസിന്റെ ലൈവും അതുപോലെ തന്നെ എല്ലാ എപ്പിസോഡ്സും കണ്ട് അപ് ടു ഡേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങളുടെ പ്ലാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഫസ്റ്റ് ഒരു 2 വീക്സ് അല്ല 1 വീക്ക് തന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സീസണോടുള്ള ഒരു ഇഷ്ടങ്ങൾ പോയി. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള ചെയ്യാം, ഓരോ സീസൺ വെച്ചിട്ട് കമ്പയർ ചെയ്യണല്ലോ. നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഈ സീസൺ എന്തോ ഒരു സുഖില്ലായ്മ. അപ്പൊ ഞങ്ങൾക്കും വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. മടി മീൻസ് ഒന്നുമില്ല, കണ്ടന്റ് ആയിട്ട് നല്ലൊരു കണ്ടന്റ് ആയിട്ട് എടുത്തു പറയാൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ ആകെ ഒരു അടിപൊളി കണ്ടന്റ് പോലെ തോന്നിയത് റോക്കി ബോയുടെ ഫൈറ്റ് പോയി. പിന്നെ തീരെ ഇഷ്ടമില്ല. പിന്നെ നമുക്കൊരു ഇഷ്ടം വന്നത് സിബിൻ വന്നപ്പോഴായിരുന്നു. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് നോക്കി ഇനി എന്തെങ്കിലും കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോ ടോപ്പ് 5 എന്തായാലും കാണാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സോ സിബി വന്നപ്പോ ഒരു ചാൻസ് പോലെ നമുക്ക് തോന്നി, പക്ഷെ അപ്പോഴേക്കും അതും ആളും ഔട്ടായി പോയി. അതുകൊണ്ട് പിന്നെ നമുക്ക് ഉള്ള കണ്ടസ്റ്റൻസിൽ വെച്ച് തമ്മിൽ ഭേദൻ തൊമ്മൻ എന്ന് പറയുന്ന പോലെ ഉള്ള ആൾക്കാരാണ് ഇപ്പോ ടോപ്പ് 5 വന്നേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ അപ്പൊ നമുക്ക് ജിൻഡപ്പനെ കുറിച്ച് പറയാം. ജിൻഡപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എല്ലാവരും മണ്ടരെന്ന് മുദ്രകുത്തി, ഇപ്പോ സീസൺ 6 വിന്നറായി. നല്ലൊരു ഇതാട്ടെ, നല്ലൊരു ട്രാൻസിഷൻ ആൾക്ക്. അതെ, ആളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ പറയാം. സ്റ്റാർട്ടിങ് ഒരു പാവം പോലെ പിടിച്ചിരുന്നിട്ട് പിന്നെ അവൻ ഇത്തിരി അഗ്രസീവ് ആവാൻ നോക്കി. പിന്നെ ഗബ്രിയേറ്റ് ഒരു ഉടക്ക് വന്നപ്പോ സീസൺ 6 കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു മെയിൻ ഒരാളാണ് ജിൻഡോ. സോ അവന് അത് കിട്ടാനുള്ള ഒരു എന്താ പറയാ അർഹതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവന്റെ ലൈഫ് സ്റ്റോറി നമുക്ക് ഒരു സാധാരണക്കാരായ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെ ലൈഫ് സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ബിഗ് ബോസ് പരിപാടികളില്ല, ഒരാൾക്കാരുടെ അവരുടെ ലൈഫിനെ പറ്റി പറയാനും ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി ആണല്ലോ. സോ അതുകൊണ്ട് എനിക്ക് ജിൻഡപ്പന് കൊടുത്തതിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് അർജുനാണ് ഇപ്പൊ റണ്ണറപ്പായി വന്നേക്കണെന്ന് പറഞ്ഞത്. സോ അർജുനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ലൈഫ് സ്റ്റോറിയും എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ട് തോന്നി. അവന്റെ ട്രാൻസ്ഫോർമേഷനും അടിപൊളിയായിരുന്നു. അവന്റെ ഫിസിക്കൽ ഇഷ്യൂനൊക്കെ കടന്ന് അവൻ ടോപ്പ് 5 എത്തിയത് നിസ്സാരില്ല. കാരണം കുറെ ടാസ്കുകളൊക്കെ അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 വീക്കാണ് അവന്റെ പെർഫോമൻസ് കിട്ടുമായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയല്ല അതിനെ കുറിച്ച്. ഈ സീസണില് ചില വീക്ക് ഒരു കണ്ടസ്റ്റന്റ് പൊക്കി കാണിക്കും, പിന്നെ ഒരാളെ ഇത് ഞാൻ പറയാൻ കാരണം മറ്റേ അഭിഷേകിനെ ഒരു സീസണില് 2-3 ആഴ്ച അവൻ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു അഭിഷേകിനെ കിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അഭിഷേക് ഫുള്ള് ഡൗൺ ആയി. പിന്നെ ഇവൻ അർജുൻ കയറി വന്നു, അപ്പോഴാണ് ഇതൊക്കെ വന്നത്. അതെ, അപ്പൊ അങ്ങനെയാണ് ഇത് പോണത്. അപ്പൊ അർജുന്റെ കേസ് പറയുകയാണെങ്കിൽ അവൻ നല്ലൊരു എന്റർടൈനർ ആണ് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ അവനെ ബേസ് ചെയ്തിട്ടാണ് വേറെ പല ആൾക്കാർ നിന്ന് പോയത്. അപ്പൊ ആ കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരായിട്ട് വരാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അർജുൻ അങ്ങനെ റണ്ണറപ്പ്. ദെൻ വന്നിട്ടുള്ളത് ജാസ്മിനെ കുറിച്ച് ഇപ്പൊ തന്നെ ഒരുപാട് ന്യൂസുകളും ഒരുപാട് കാര്യങ്ങളും കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ പോലെ നമ്മള് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നമ്മൾ പറയണ്ട ആളൊരു സുന്ദരിയാണ്, അതുകൊണ്ട് എന്തായാലും ലാസ്റ്റ് സീസണിലും സെറീന കളിച്ചോട്ടെ, ജാസ്മിന് പോലെ ആയിരുന്നില്ല അവളും ലാസ്റ്റ് വരെ വെച്ച്. കാരണം ഒബ്വിയസ്ലി അവർക്ക് TRP കിട്ടണം, കുറെ വ്യൂസ് കിട്ടണം. പക്ഷെ ഇതിലിപ്പോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ന്യൂസുകളൊക്കെ വരുമ്പോ അതില് കഴിഞ്ഞ BB6 കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നത് ജാസ്മിന് കൊടുക്കണം. കാരണം അവളെ വെച്ചിട്ടാണ് ഈ സീസൺ 6 ഫുള്ള് കോടികൾ ഉണ്ടാക്കിയെന്നാണ് എല്ലാവരും. അതുകൊണ്ട് അവളാണ് പറഞ്ഞ പോലെ ജിൻഡോന്റെ ലൈഫ് നല്ല ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, അർജുൻ ഉണ്ടായിരുന്നു. ജാസ്മിൻ എന്നിട്ടുള്ള ഇൻസ്പയർ ആവാനായിട്ട് അവള് സിംഗിൾ ആയിട്ട് അതൊരു പെൺകുട്ടി അവളുടെ ഫാമിലിനെ നോക്കി അവളുടെ അപ്പന്റെ കടങ്ങളൊക്കെ തീർത്തു അങ്ങനത്തെ. പക്ഷെ അതിൽ തന്നെ പലരും പറയണുണ്ട്
അതായത് സീസൺ 6ന്റെ റേറ്റിംഗ് കൂടിയത് കുപ്രസിദ്ധി കാരണം പറയുന്നുണ്ട്. ന്യൂസുകൾ കാരണമാണ്. ജബ്രി കോംബോ കാരണം കുറെ എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് സീസൺ നോക്കുമ്പോൾ നമുക്ക് മാരാരെല്ലാരും നല്ല കട്ടക്കെട്ടായി നിൽക്കുന്ന ടീംസ് ആയിരുന്നു. സോ അപ്പൊ കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. ഫിനാലെ എന്തായിരിക്കും ഈശ്വര നമുക്ക് ഓൾമോസ്റ്റ് അറിയായിരുന്നു അഖിൽമാരാണ്. എന്നാലും നമുക്കത് ആ മൊമെന്റ് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം അഖിൽമാരും പിന്നെ മറ്റാരായിരുന്നു രണ്ടുപേരുള്ളത് റെനീഷും പിന്നെ ശോഭ. മാരര് ശോഭ ഒരു നല്ല ഇതായിരുന്നു ലാസ്റ്റ് സീസൺ. പക്ഷെ പക്ഷെ അത്ര ഇതിൽ കിട്ടില്ല. ഇതിലിപ്പോ ഫ്രണ്ട്ഷിപ്പും ഒരു കപ്പിൾ ഗെയിം ആയിരുന്നു. എല്ലാരും ഫ്രണ്ട്ഷിപ്പും കപ്പിൾസ് ആയിട്ട് കയറി വന്നതാണ് എല്ലാരും. അതുകൊണ്ടാണ് ഈ സീസൺ തന്നെ നടന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ചിലര് ടോപ്പ് 10 വരെ എത്തിയത് കുറെ ആൾക്കാർ. അങ്ങനെ പിന്നെ അഭിഷേകിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ അവന്റെ ആ ഒരു ടിക്കറ്റ് ഫിനാലേന്റെ വീക്ക് അവനെ നമുക്ക് ഞാൻ അവന് ഭയങ്കര ഫാനായിരുന്നു. അവന് കപ്പെടുക്കണം എന്നുള്ള ആ ഒരു വീക്കിൽ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നി. അത് കഴിഞ്ഞപ്പോ അവനൊരു സീൻസും കാണിക്കുന്നില്ല. പിന്നെ ഋഷിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഓൾറെഡി വന്നപ്പോ തന്നെ ഒരുപാട് ഫാൻസിന്, കാരണം നമ്മുടെ മുടി എന്നുള്ള ആ ഒരു ടാഗ് അവന്റെ കുമ്പളങ്ങനത്തെ ആ ഒരു സീനുള്ള കാരണം അവന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ആ ഒരു ഇതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട്ഷിപ്പ്, അവൻ ജെന്യുവൻ ആയ ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് പറയാം സംഭവം 10-30 വയസ്സായെങ്കിലും ഒരു കുട്ടിത്തം ഒരു നിഷ്കളങ്കത ഉണ്ട് അവന്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അവൻ ടോപ്പ് 5 എത്തിയത്. ജെന്യുവൻ ആയിട്ട് നിന്ന് പറഞ്ഞാൽ അവൻ തന്നെ ഋഷി തന്നെയാ. ബാക്കി എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജിൻഡോ ആയാലും അർജുൻ ആയാലും ജാസ്മിൻ ആയാലും പറയേണ്ട ആവശ്യം ഫുൾ അവർ ഗെയിം ഇറക്കിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും വന്നേക്കുന്നത്. ഋഷിയാണ് കളിക്കാത്തത്. ഋഷി കളിക്കാണ്ട് ജെന്യുവനായിട്ട് കയറി വന്നൊരു മനുഷ്യനാണ് ടോപ്പ് 5 അങ്ങനെ എത്തിയ ഒരാള്. പിന്നെ ലാസ്റ്റ് എവിക്റ്റ് ആയിപ്പോ ടോപ്പ് 6 ഉണ്ടായിരുന്നതാണ് ശ്രീതുവിന്റെ കേസ് പറയണെങ്കിൽ എനിക്ക് തോന്നുന്നു അവള് ശരിക്കും BBM നമ്മൾ പറയില്ലേ BBM മെറ്റീരിയൽ ഒന്നല്ല അവള് സത്യം പറഞ്ഞാൽ. അതൊരു പാവം പിടിച്ച കൊച്ച്. എനിക്ക് നല്ലൊരു കൊച്ച്. അവള് ഇതിന്റെ ഉള്ളിൽ കൊടുന്ന എല്ലാരും കൂടിയിട്ട് ഇതാക്കേണ്ട ഒരു കേസ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എടുക്കാനേ പറ്റില്ല അവളെ സത്യം പറഞ്ഞാൽ. അവള് നിന്ന് പോയത് അർജുനായിട്ടുള്ള ഒരു കോംബോന്റെ അതായത് നല്ലൊരു കോംബോ ആയിരുന്നു. ശരിക്കും സിജോ ടോപ്പ് 5 കയറായിരുന്നു. പിന്നെ അപ്സര നല്ല ഗെയിമറായിരുന്നു. പിന്നെ അൻസിബ ഗബ്രി പോയത് ജാസ്മിൻകാരനാ. ഞാൻ എവിടെയാണെങ്കിലും പറയാം. അപ്പൊ അങ്ങനെ പറയാം. ഓക്കെ ഓരോരുത്തരെത്തിക്ക് എത്താം. അപ്പൊ ശ്രീതുവിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോംബോ 3 ഡീസന്റ് ആയിരുന്നു. ആൾക്കാർ കണ്ടിരിക്കാം. നല്ല കോംബോ. നമ്മളൊരു സിനിമ കാണുമ്പോ കുറച്ച് ക്രിഞ്ചൊക്കെ കാണുമ്പോ ഇഷ്ടല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി. സംഭവം ഗെയിം കളിക്കും എന്നല്ലാതെ ഒരു ഓടിപ്പോയി ഒരു ഫൈറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എല്ലാത്തിലും കയറി ഇടപെടുക അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. അവളൊരു ഒതുങ്ങിപ്പോകുന്ന ഒരു നല്ല കുട്ടി. അതാണ് ശ്രീതു. എനിക്ക് അവൾ ടോപ്പ് 5 എത്തിയതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഗെയിമിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അവൾ ടോപ്പ് 5 ആൾക്കാർക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒരാളാണ് സിജോ പോയത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ ഒരു ഫൈറ്റ്, അതിലെ അവന്റെ എനിക്ക് സ്റ്റാർട്ടിങ് റോക്കി ബൈനോട് തല്ലുപിടിപ്പോ സിജോ തീരെ താല്പര്യം. പിന്നെ പതുക്കെ കുഴപ്പമില്ലെന്ന് തോന്നിയ ആള്. അതായത് അവൻ നന്നായി ഒരു ഗെയിമർ എന്ന രീതിയിൽ അവൻ നൈസായിരുന്നു. കാരണം അവന് കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ സംസാരിക്കാനുള്ള നല്ലൊരു കഴിവുള്ള വ്യക്തി. അതായത് അവന്റെ സംസാരമായാലും അവന്റെ എല്ലാ ഫൈറ്റും എടുത്ത് നോക്കുമ്പോഴും ഡീസന്റ് ആയിട്ടുള്ള ഫൈറ്റാണ്. ഒരു തെറിവിളിയോ അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോകാൻ കാരണം പെങ്ങൾ സീൻ വന്നപ്പോഴാണെന്ന് തോന്നുന്നില്ല. അവിടെ എനിക്ക് എന്തിനാണോ വന്നത് ബിഗ് ബോസിൽ. ഓക്കെ, അപ്പൊ അതാണ് സിജോന്റെ സിജോ നമ്മുടെ ടോപ്പ് 5 പ്രെഡിക്റ്റ് ചെയ്ത ഒരാളായിരുന്നു. നെക്സ്റ്റ് പോയതാണ് നമ്മുടെ എനിക്ക് നോറ. ഒരാളുടെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ ചിലപ്പോ മനസ്സിലാക്കില്ല. കൊറേ എല്ലാരും പറയുമ്പോൾ കൂടി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാള് ആദ്യമായിട്ട്. അവളൊരു എനിക്ക് സത്യം പറയാം നോറ തിരിച്ചു വന്നില്ലേ, എന്നിട്ടും ആൾക്കാർക്ക് ഇതുണ്ടായത്. അതല്ല, അവളെന്ന് പറഞ്ഞ പേഴ്സണ് ഒരാള് അവൾക്ക് ഫ്രണ്ട്സ് അവരൊക്കെ എങ്ങനെ അവളെ മനസ്സിലാക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കാരണം അവള് പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരാൾക്കും ബിഗ് ബോസിന് പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതന്നെ, അതായത് അവളുടെ എനിക്കാണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരിക്കും അവളുടെ
കൊറേ പറയാനുണ്ട്, എല്ലാം പറയുമ്പോ ഫുൾ കലവിലാവില്ല. അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവളുടെ ലൈഫ് സ്റ്റോറി എനിക്കൊരു ഇൻസ്പയറിംഗ് ആയിട്ട്, അതായത് ഒരു ടോപ്പ് 10 എത്താൻ പറ്റുന്ന ലൈഫ് സ്റ്റോറി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഈ ഗെയിമിന്റെ മെയിൻ ഇഷ്യൂ ആൾക്കാർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻസ്പയർ ചെയ്യിക്കണം. ലൈഫില് മെസ്സേജ് ഒന്നും കൊടുക്കാനില്ലെങ്കിലും കളിയോടെ നമ്മുടെ ബിഹേവിയർ, അത് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഇൻസ്പിറേഷൻ ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ. എനിക്ക് അതിലൊന്നും നോറനൊട്ടും എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലായിടത്തും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് ഒരു ടോപ്പ് 10 എത്താനുള്ള മാത്രം ഒരു കഴിവാന്ന് എനിക്ക് തോന്നിയില്ല. അതാണ് നോറയുടെ കേസ്. പിന്നെ സായി വന്നപ്പോ സീക്രട്ട് ഏജന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീക്രട്ട് ഏജന്റ് പുറത്ത് നിൽക്കും, പക്ഷെ ബിഗ് ബോസ് വന്നിട്ട് പോയി പിന്നെ ആള് ഭയങ്കര എനിക്ക് അതുപോലെ കാണാൻ പറ്റില്ല, പണ്ടത്തെ പോലെ കാണാൻ പറ്റില്ല. എനിക്കും തോന്നിയത് ഒരു പാവം മനുഷ്യൻ ഇങ്ങനെ എന്താ പറയാ, പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞത് കറക്റ്റ്. എനിക്ക് അവനെ പറയണ പോലെ തോന്നി. അത് അവൻ വന്നു, അതുപോലെ തന്നെ അവൻ പെട്ടെടുത്ത് അവന്റെ കാര്യം വലിയൊരു മാറ്റമോ വലിയൊരു ഇതുകൾ അവന്റെ ലൈഫിൽ എന്തോ മാറ്റം വന്നു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അവൻ വന്നു, അവൻ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയെന്ന് അവൻ പറയുന്നത് 5 ലക്ഷത്തിന് ഓഫർ ഇടുമ്പോ എടുത്തോണ്ട് പോയി. സിമ്പിൾ, ആർക്കൊരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെയാണ് അവന്റെ കാര്യത്തിൽ ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് പോവണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്ന 2 പേരിൽ പറയുന്നതാണ്, ഒന്ന് അപ്സരയും ഒന്ന് ഗബ്രി. അപ്സരയുടെ കേസ് ഈ പറഞ്ഞ പോലെ അപ്സര നല്ല പ്ലെയർ ആയിരുന്നു. എനിക്ക് അവളുടെ എന്റർടൈൻമെന്റും അവളുടെ ഓരോരോ ടാസ്ക് തരുമ്പോ, പ്രത്യേകിച്ച് ഈ ആക്ടിങ്ങിന്റെ ടാസ്ക് ഒക്കെ തരുമ്പോ അവള് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് അവളെ ഏത് ഗ്രൂപ്പിലുണ്ടോ ആ ഗ്രൂപ്പിൽ നല്ല എന്തെങ്കിലുമൊക്കെ കുരുത്തക്കെടുപ്പില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു രസമായിരുന്നു അവളുള്ള ഗ്രൂപ്പ്. പിന്നെ അവൾ എന്തുകൊണ്ട് പോയി എന്നൊക്കെ ചോദിക്കുമ്പോ അതിന് ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് അവള് പോയപ്പോ ശരിക്കും ഞെട്ടി, എന്തുകൊണ്ട് അപ്സര പോയി, അങ്ങനെ ഒരു ഞെട്ടല് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗബ്രി പോകുന്ന നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. ഗബ്രി ഓർ ജാസ്മിൻ ഈ രണ്ടുപേരും കോമ്പോയില് ലാസ്റ്റ് വരെ നിൽക്കില്ല എന്ന് ഒരാൾ പോകുന്ന ഗ്യാരണ്ടി ആയിരുന്നു. ഓബിയസ്ലി ജാസ്മിനെ ലാസ്റ്റ് വെക്കുള്ളൂ, കാരണം അത് നമ്മള് പ്രെഡിക്റ്റഡ് ആയിരുന്നു. ഗബ്രി പോകും എന്നുള്ളൊരു ഇത് അറിയായിരുന്നു. പക്ഷെ അവൻ ഇൻഡിവിജ്വൽ ആയിട്ട് അവൻ എടുത്ത് നോക്കുമ്പോ നല്ലൊരു സംസാരിക്കാൻ അറിയാം, നല്ല ഗെയിമർ ആയിട്ട്. അത് ഷുവറാണ്. ഓക്കെ, ആ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ എന്തായാലും ഷുവറായിട്ടും ടോപ്പ് 5 എനിക്കാണ്. അവൻ നിന്നിരുന്നെങ്കിൽ ചിലപ്പോ ഈ നമ്മുടെ ജിന്തപ്പന് പോലും പൊന്തി വരാൻ പറ്റില്ലായിരുന്നു. കാരണം അത്ര അടിച്ചടിച്ച് നിർത്തും അവനവന്റെ സംസാരങ്ങളില്. അവന്റെ സംസാരം അത് തന്നെ. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സിനിമയില് വില്ലന്മാരോട് ദേഷ്യം തോന്നില്ലേ, അതുപോലെ നന്നായി അഭിനയിക്കുന്ന വില്ലന്മാരോട് ദേഷ്യം തോന്നുന്നത് അവരത്ര നന്നായി ചെയ്യുന്നതുകൊണ്ടാണല്ലോ. അതുപോലെ ഗബ്രി ടോപ്പ് 5 നല്ല ചാൻസ് ഉള്ള ഒരു പയ്യനായിരുന്നു. അവന് ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോഴും അവന് ഇടയ്ക്കൊക്കെ കോർണറിൽ പോയിരിക്കേണ്ടത്, അവന് ഉണ്ടാവല്ലോ. ടോപ്പ് 5 എത്തി നിൽക്കുന്ന ആൾക്കാര് നമ്മുടെ അത്ര പോലെ യോഗ്യരല്ലാന്ന് ഉള്ളിൽ നമുക്ക് ഫീൽ വരും. പിന്നെ അവൻ പുറത്തിറങ്ങി എല്ലാ ന്യൂസ് പറഞ്ഞിട്ടാണ് കേറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഒരു വിഷമം ഉണ്ടാവും. നമുക്കും അവനും അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കും അപ്സരയും ഭയങ്കര വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ടോപ്പ് 5 സിജോ അവരൊക്കെ ടോപ്പ് 5 പ്രതീക്ഷിച്ച ആൾക്കാരായിരുന്നു. പിന്നെ ടോപ്പ് 10 ഉണ്ടായിരുന്ന നന്ദനൊക്കെ എനിക്ക് വല്ലാത്തൊരു അവന്റെ ഒരു അഭിപ്രായമില്ല. ടാസ്ക് ഒക്കെ നന്നായി ചെയ്യുന്നു, അത്ര തന്നെ എനിക്ക് ഫീൽ. ബിഗ് ബോസ് കണ്ടില്ലാണ്ട് ഇവര് മറ്റേ പെങ്ങൾ പാസം കളിക്കാൻ വേണ്ടിട്ടാണോ ലാസ്റ്റ് കൊണ്ടുപോയത്? കാരണം വേറെ കണ്ടന്റ് ഇല്ല ബിഗ് ബോസിൽ കാണിക്കാൻ. ലാസ്റ്റ് വീക്ക് ആയാലും എന്തെങ്കിലും ഉണ്ടോ ഗെയിം കളിക്കാൻ? ഓക്കെ, അപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ സീസൺ 6 പോയേക്കണത് ആ ഫസ്റ്റ് 2 വീക്സ് ജാസ്മിൻ ഗബ്രി ജപ്രി കോംബോ ആയിരുന്നു. അതിന് അർജുൻ ശ്രീധുവിന്റെ കോംബോ കുറച്ച് നാൾ കൊണ്ടുപോയി. നമ്മുടെ ഋഷിന്റെ അൻസിബയുടെ ഫ്രണ്ട്ഷിപ്പ്, അൻസിബ കുറച്ച് സംസാരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോ ഉണ്ട് അനിയത്തിപ്പാസം, സിജോ സായി, പെങ്ങൾ പാസം, പെങ്ങൾക്കൊരു വീട് പദ്ധതി. അങ്ങനെ ഒരു സീസൺ അല്ലാണ്ട് എന്തെങ്കിലും ഒരു നല്ല കണ്ടന്റ് എടുത്ത് ഉണ്ടാക്കി അങ്ങനത്തെ ടാസ്ക് ടിക്കറ്റ് ഫിനാലെ ഒരു ടാസ്ക് ആ ഒരു വീക്ക് നല്ലൊരു കിട്ടാണ്ട് ലാസ്റ്റ് ഇവര് ഇട്ട് കൊടുക്കണം, ഒരു പോയിന്റ് എടുത്തോ പെങ്ങളെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അതെ ടാസ്കിലും അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. സോ സീസൺ 6 കണ്ടന്റുകൾ ഭയങ്കര മോശമായിരുന്നു. പിന്നെ ഇപ്പൊ ഗബ്രി പോയ കാരണം ജാസ്മിന്റെ കുറച്ച്
ചില ചിലപ്പുകൾ കുറച്ച് കേൾക്കാൻ പറ്റി. ജിൻഡപ്പനായിട്ടുള്ള അടി അപ്പോഴേക്കും ജിൻഡോ അതൊക്കെ വിട്ടു, അവളെ വിട്ടു ജിൻഡോ. അവൾ എന്തേലും പറയട്ടെ. സോളോ ആയിട്ട് കളിക്കുന്ന പ്ലെയർ. ലാസ്റ്റിൽ 5 പേരുണ്ടെങ്കിലും എന്നിട്ട് അഭിഷേകും ഋഷി ഒന്നിച്ച്, പിന്നെ നമ്മുടെ അർജുനും ജാസ്മിനും, ജിൻഡോ മാത്രം ഒറ്റയ്ക്ക് സിഗ് വലിക്കാൻ പോയി. നൈസ്. ബാക്കി എല്ലാവർക്കും കരയുന്നു, ഓളിടുന്നു, അലറുന്നു എന്നൊക്കെ അവർക്ക് ഭയങ്കര ഇമോഷൻസ്. അർജുന് കാര്യം പറഞ്ഞിരിക്കുന്നത്, അർജുന് ശ്രീദേവി അർജുന് പറയണമെന്നുണ്ട്, പക്ഷെ എന്തോ അത് ഈ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവരത് മൂടി വെക്കുന്നു. അവരായിട്ടുള്ള ഒരു ഇഷ്ടം. നല്ലൊരു കോംബോ ആയിരുന്നു, അവര് ചെയ്തത് നല്ല കോംബോ ആയിരുന്നു. ജാസ്മിനി പറഞ്ഞ പോലെ പുറത്തത്തെ ആള് പോവും ചെയ്തു, ഉള്ളിലുള്ള ആള് കിട്ടുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗിലാണ് അവളിരിക്കുന്നത്. ജാസ്മിന് പുറത്തിറങ്ങി എന്തിരിക്കില്ല സീൻ. പക്ഷെ എനിക്ക് തോന്നുന്നു അവളുടെ ഒരു ഗട്ട്സ് എന്തോ മറ്റേ നമ്മുടെ ഡയറക്ടർമാരെ ഡയറക്ടർ അജിത് ജോസും മറ്റേ വന്നപ്പോ ആന്റണി പെരുമ്പാവൂർ വന്നപ്പോ സിനിമയിൽ ചാൻസ് ന്യൂസുകൾ കേൾക്കുന്നു. ബട്ട് എനിക്ക് ഫീൽ ചെയ്ത് അവളുടെ ഒരു ക്യാരക്ടർ അവൾക്ക് ഇതിന്റെ ഉള്ളിൽ വരുമ്പോഴേ അറിയാം ഇതിലത്തെ ന്യൂസുകൾ നെഗറ്റീവായിട്ടും പോവാം പോസിറ്റീവായിട്ടും പോവാം. എന്നിട്ട് അവൾ ഇങ്ങനെ നിക്കണെങ്കിൽ അവൾക്ക് അതിനുള്ള ഗട്ട്സ് ഉണ്ട്. സോ അവള് പുറത്തിറങ്ങിയാലും സിമ്പിൾ ആയിട്ട് ഇതൊക്കെ നേരിടുന്നതാണ് എന്റെ ഒരു നിഗമനം. ഇവൾക്ക് തന്നു ഒരു തേങ്ങ ഉണ്ടാവുമ്പോഴല്ലേ അവൾക്ക് തന്നു. എന്നാലും ഒരു നെഗറ്റീവ് ഇംപ്രഷൻസ് ഇത്ര വലിയ ഓഡിയൻസ് മുന്നിൽ നെഗറ്റീവ് ആയിട്ട് ഒരാൾ പോർട്രേ ചെയ്യുമ്പോൾ അത് എത്ര വലിയ നെഗറ്റിവിറ്റി പോവില്ലേ? നീ എത്ര ഇത് നല്ലത് സൊസൈറ്റിക്ക് ചെയ്തിട്ടും കാര്യമില്ല. അതെ, പക്ഷെ അവള് അതൊക്കെ നേരിടാൻ തയ്യാറാണെന്നാണ് കുറെ ഇതിൽ പറഞ്ഞേക്കുന്നത്. എനിക്കതൊന്നും കുഴപ്പമില്ല, ഞാൻ പുറത്തെ കാര്യങ്ങളെ കുറിച്ച് ബോധയുടെ അല്ല എന്ന് പറയുന്നത്. പിന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗബ്രി കൂടെ ഉണ്ട്, അവരുണ്ട് എല്ലാത്തിനും സപ്പോർട്ടായിട്ട്. പിന്നെ അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ റസ്മിൻ ഉണ്ട്. പിന്നെ അപ്പൊ അതൊന്നും അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അവളുടെ എനിക്കാണ് അവളുടെ ഫാമിലി പറഞ്ഞ പോലെ ഫാമിലിയെ കുറിച്ച് എനിക്ക് പാവം തോന്നുന്നു. കാരണം അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലാണ്ട് ഇപ്പൊ എന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമ്മുടെ ജിൻഡപ്പൻ കപ്പെടുത്തതിൽ സന്തോഷം. എനിക്കാണ് ഞാൻ പറയുകയാണെങ്കിൽ അവൻ പെർഫെക്റ്റ്, അവൻ തന്നെ കിട്ടണമായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അർജുൻ അഭിഷേക് ഒക്കെ നല്ല പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ തമ്മിൽ ഭേദം തൊമ്മൻ അങ്ങനത്തെ ഒരു ഫീലിംഗിലാണ് ഇപ്പൊ ജിൻഡപ്പെടുത്തത്. കാരണം അതിന് മാത്രം ഒരു ഗെയിമോ അതിന് മാത്രം കുറെ ടാസ്കുകളോ ഒന്നും ഈ സീസണിൽ വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ കോംബോകളും പെങ്ങൾ പാസങ്ങളും മാത്രമേ ഈ സീസണിൽ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് പേഴ്സണാലിറ്റി കാണിക്കാൻ പറ്റിയ കുറെ ടാസ്കുകളോ അങ്ങനെ ഒന്നും ഈ സീസണിൽ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മള് മറ്റേ സീസൺ വെച്ചിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും ഒറ്റയ്ക്ക് കളിച്ചേക്കണതില്ലേ. ഇപ്പൊ അർജുനാണെങ്കിലും കോംബോ കാരണമാണ് അവന് ഇടയ്ക്ക് നല്ലതൊക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ജാസ്മിൻ ആയാലും കോംബോ കളിച്ചിട്ടാണ് അവിടെ എത്തിയത്. ഇനിയുള്ളത് അഭിഷേക്. എനിക്ക് അഭിഷേകിന് ഇതുണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ എനിക്ക് നെക്സ്റ്റ് പ്രിഫറൻസ് അഭിഷേകിനായിരുന്നു. ഇതിൽ ആര് കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ അഭിഷേക് പറഞ്ഞിട്ടുണ്ട് അവൻ കപ്പടിക്കാനല്ല വന്നേക്കുന്നത്, അവന് ഫെയിം ജിൻഡോക്ക് ഇത്തിരി ഫെയിം ആവശ്യമാണ് ഇപ്പൊ. അതെ, ജിൻഡോനപ്പോ എനിക്ക് തോന്നുന്നത് മലയാളികൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു റെപ്രസെന്റേറ്റീവ് പോലെയാണ് എടുത്തേക്കുന്നത്. കോമൺ മാൻ അവൻ തന്നെയാണ്. കോമണർ എന്ന് പറയുന്നത് ജിൻഡോ ശരിക്കും പറയേണ്ടതല്ലേ. കാരണം സാധാരണ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കയറി വന്ന ആൾ തന്നെയാണ് അവൻ. അതെ അതെ. അപ്പൊ അവന് അങ്ങനെ അതിന് ഫ്രാൻസും ഇല്ല. അവൻ വീട്ടിൽ വന്നാലും ഒറ്റയ്ക്കാണ് കളിച്ചേക്കുന്നെല്ലാം. പിന്നെ പറഞ്ഞ പോലെ അവന്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ. കാരണം ആളുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അവൻ റിവീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അവരുടെ ഫാമിലി ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. സോ ഇതാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ന്റെ കൺക്ലൂഷൻ. സീസൺ 6ന്റെ വീഡിയോസ് ഞങ്ങൾ ഇടുന്നില്ല. ഒന്നാമത് ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ലാസ്റ്റ് നമുക്കൊരു കൺക്ലൂഷൻ ചെയ്ത് അവസാനിപ്പിക്കണല്ലോ. സീസൺ നല്ലതാണെങ്കിൽ, അതായത് മാരാരെക്കാട്ടും വലിയ കണ്ടസ്റ്റൻസും ടീമും നല്ല പിന്നെ ബിഗ് ബോസിന് കുറെ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കണ്ടാൽ ബിഗ് ബോസ് കുറച്ചും കൂടി നല്ല നല്ല പ്ലേയേഴ്സിനെ ഇറക്കട്ടെ. അതിനൊക്കെ നമ്മൾ മാറ്റിപ്പിടിച്ചതായിട്ടൊന്നും തോന്നിയില്ല, ഉള്ളത് തന്നെ കൊളായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതൊക്കെ വൻ ഫ്ലോപ്പ് പോലെ തോന്നി. അപ്പൊ ഇതൊക്കെ ഇത് തെറ്റുകളിൽ നിന്നാണല്ലോ എല്ലാരും പഠിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ. സോ എല്ലാം മാറ്റി മറിഞ്ഞ് സീസൺ 7 ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ കണ്ടസ്റ്റന്റ് ഇറക്കുക. പിന്നെ ചില മാറ്റം നല്ല നല്ല മാറ്റങ്ങളൊക്കെ വരുത്തി, കുഴപ്പമില്ല. നല്ല നല്ല മാറ്റങ്ങൾ വരുത്താം. ഞങ്ങളെ പോലുള്ള ഓഡിയൻസ് എപ്പോഴും ബിഗ് ബോസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പൊട്ടയായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. കാരണം നമുക്കും അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെ ഇങ്ങനെയൊക്കെ പല 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 ആൾക്കാരെ പല പല കമ്മ്യൂണിറ്റിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെ തോട്ട്സ് ഒക്കെ നമുക്ക് അറിയാലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഷോകളൊക്കെ കാണുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു കോമ്പറ്റീഷൻ ഇതിന്റെ ക്ലിയർ ചെയ്ത് സീസൺ 7 അടിച്ചു പൊളിക്കുക, സൂപ്പർ ആയിട്ട് വരട്ടെ. അതിന് ഓൾ ദി ബെസ്റ്റ്.